ഒരു ചെറിയ കടലാസ് കഷ്ണം വ്യക്തികളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഉൾക്കൊള്ളുകയും വൻകരകളെപ്പോലും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് പോസ്റ്റൽ സ്റ്റാമ്പുകൾക്ക് പറയാനുള്ളത്. ഈ പോസ്റ്റൽ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നതിന് ഒരു വലിയ ചരിത്രമുണ്ട്. ആ വിനോദത്തിന് ആ ചരിത്രം, അതായത് ഫിലാറ്റലി, അതിൻ്റെ ചരിത്രവും വളർച്ചയും പറയുന്ന ഒരു പ്രദർശനം കൊച്ചിയിൽ നടന്നു. തപാൽ വകുപ്പ് കേരള സർക്കിളിൻ്റെ നേതൃത്വത്തിലാണ് ആ പ്രദർശനം നടന്നത്. ആ ഫിലാറ്റലിക് പ്രദർശനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സ്റ്റാമ്പുകൾ നിലവിൽ വരുന്നതിന് മുമ്പ് കത്തുകൾ അയക്കുന്ന രീതി ഇപ്പോൾ ഉള്ളതുപോലെ ആയിരുന്നില്ല. നാണയങ്ങളോ കറൻസികളോ നിലവിൽ വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന പുരാതന വിനിമയ രീതിയായ ബാർട്ടർ സമ്പ്രദായം പോലെ ഒന്നായിരുന്നു അത്. പണ്ട് കത്തുകൾ അയക്കുമ്പോൾ പണം നൽകേണ്ടിയിരുന്നത് അത് സ്വീകരിക്കുന്ന ആളായിരുന്നു. കത്തിൻ്റെ ഭാരവും അത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നതും കണക്കാക്കിയാണ് തുക നിശ്ചയിച്ചിരുന്നത്. പലപ്പോഴും സ്വീകർത്താവ് പണം നൽകാൻ തയ്യാറാകാത്തത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമായിരുന്നു. മാത്രമല്ല, ആ മേഖലയിൽ ചില തട്ടിപ്പുകളും വ്യാപകമായിരുന്നു. ഒരു സ്ത്രീക്ക് പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ത്രീ കത്ത് മേടിച്ചതിന് ശേഷം അങ്ങോട്ടും തിരിച്ച് മറിച്ച് നോക്കി അത് പോസ്റ്റ്മാനിനെ തിരിച്ചു കൊടുത്തു. എനിക്കിത് കത്ത് വേണ്ട, ഞാൻ മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ വിചാരിച്ചു ഈ സ്ത്രീയുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കാമെന്ന് വിചാരിച്ച് ഈ കത്ത് അദ്ദേഹം പൈസ കൊടുത്തിട്ട് മേടിച്ച് സ്ത്രീക്ക് കൊടുത്തു. പോസ്റ്റ്മാൻ പോയതിന് ശേഷം ആ സ്ത്രീ ചോദിച്ചു അധ്യാപകനോട്, എന്തിനാണ് നിങ്ങൾ ഈ കത്ത് വാങ്ങിയത്? എൻ്റെ മകൻ എനിക്ക് അയച്ച, മകൻ യോദ്ധാവാണ്, അദ്ദേഹം അയച്ച, ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അദ്ദേഹം അയച്ച കത്തിൽ എനിക്ക് സുഖമാണെങ്കിൽ അതിൻ്റെ പുറത്തൊരു കുത്തിട്ടുണ്ടായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ അവിടെയും സുഖമാണ് ഇവിടെയും സുഖമാണെന്ന് അറിയേ വേണ്ടു. അതെനിക്ക് മനസ്സിലായി, അത് മേടിച്ചപ്പോൾ തന്നെ മനസ്സിലായി. അത് കാരണം ഈ പൈസ കൊടുത്ത് മേടിക്കേണ്ടതായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഈ ഇതിനെ പറ്റിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വരികയും റോളൻ ഹിൽ എന്നായിരുന്നു ആ അധ്യാപകൻ്റെ പേര്. അദ്ദേഹത്തിനോട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അതിന് പരിഹാരം കാണാനും ആവശ്യപ്പെട്ടു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് ബ്രിട്ടീഷുകാരനായ സർ റൗളൻ ഹിൽ തപാൽ പരിഷ്കരണത്തിന് മുൻകൈ എടുത്തത്. കത്തുകൾ അയക്കുന്നയാൾ തന്നെ മുൻകൂറായി പണം നൽകുന്ന രീതി അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിൻ്റെ ഫലമായി 1840 മെയ് 1 ലോകത്തിലെ ആദ്യത്തെ പശയുള്ള തപാൽ സ്റ്റാമ്പ് നിലവിൽ വന്നു. ഇത് പെന്നി ബ്ലാക്ക് എന്നറിയപ്പെടുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത സ്റ്റാമ്പാണ് ആദ്യത്തെ വിക്ടോറിയ രാജ്ഞിയുടെ ഹെഡ് ആലേഖനം ചെയ്ത സ്റ്റാമ്പാണ് ആദ്യത്തെ. അതിൻ്റെ വാല്യൂ 1 penny ആയിരുന്നു. അത് ആ സ്റ്റാമ്പിൻ്റെ ബ്ലാക്ക് കളറിലായിരുന്നു അതിൻ്റെ സ്റ്റാമ്പ്. അപ്പോൾ അതിന് ബ്ലാക്ക് പെന്നി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഫസ്റ്റ് സ്റ്റാമ്പ് അറിയപ്പെടുന്നത് ബ്ലാക്ക് പെന്നി എന്നുള്ള പേരിലായിരുന്നു. Penny Black, one of the earliest and world's first stamps. Sindh Dog, the first stamp to be issued in India. And the 1948 series of Mahatma Gandhi stamps, which are all supposed to be very rare collections. They have also been put up for display. And other exotic stamps from around the world covered under various themes are there. ഇന്ത്യയിലെ സ്റ്റാമ്പുകളുടെ ചരിത്രം തുടങ്ങുന്നത് 1852 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ പുറത്തിറക്കി. 1854 ഇന്ത്യയിലുടനീളം ഉപയോഗിക്കാവുന്ന ആദ്യത്തെ ഔദ്യോഗിക സ്റ്റാമ്പുകൾ നിലവിൽ വന്നു. 4 കോടി രൂപയോളം വിലയുള്ള പെന്നി ബ്ലാക്കും ഇന്ത്യയുടെ മുഖമായ സിന്ധ് ഡാക്കും സ്റ്റാമ്പുകളുടെ ശേഖരത്തിലെ വിലയേറിയ താരങ്ങളാണ്. അതൊരു സീലിൻ്റെ ആകൃതിയിലുള്ള സ്റ്റാമ്പായിരുന്നു, പേപ്പറിലുള്ളതല്ലായിരുന്നു. സീല് നമ്മൾ അരക്കുമ്പോൾ സീൽ വെക്കില്ല, അതേമാതിരത്തെ ഒരു ഇതിലായിരുന്നു. അതിൻ്റെ പേര് സിന്ധ് ഡാക്ക് എന്നാണ്. പണ്ടത്തെ സിന്ധ് പ്രവിശ്യ, ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്. അവിടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെയാണ് അത് ഉണ്ടാക്കിയത്, ആ സ്റ്റാമ്പ് ഉണ്ടാക്കിയത്. 1840കളിൽ തന്നെ കുട്ടികളും മുതിർന്നവരും സ്റ്റാമ്പുകൾ ശേഖരിച്ചു തുടങ്ങിയിരുന്നു. അന്ന് കത്തുകളിൽ നിന്ന് സ്റ്റാമ്പുകൾ മുറിച്ചെടുത്ത് സൂക്ഷിക്കുകയായിരുന്നു പതിവ്. സമൂഹത്തിലെ ഉന്നതരുടെ വിനോദമായാണ് സ്റ്റാമ്പ് ശേഖരണം തുടങ്ങിയത്. ബ്രിട്ടനിലെ ജോർജ് 5 രാജാവ് അറിയപ്പെടുന്ന ഒരു സ്റ്റാമ്പ് ശേഖരണക്കാരനായിരുന്നു. പണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ഇതിന് കിങ്സ് ഹോബി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാജാക്കന്മാർക്ക് മാത്രം അപ്രാപ്യമായിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത് സ്റ്റാമ്പുകൾ. അപ്പോൾ അവർക്ക് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഹോബിയായിട്ടാണ് ഈ സ്റ്റാമ്പ് കളക്ഷൻ തീരുമാനിച്ചിരുന്നത്. വേൾഡിലെ പല പ്രധാന ലീഡേഴ്സും ഈ സ്റ്റാമ്പ് കളക്ഷൻ, എബ്രഹാം ലിങ്കൺ, റൂസ്വെൽറ്റ്, അങ്ങനെയുള്ള അമേരിക്കൻ പ്രസിഡന്റ്മാരൊക്കെ
ഈ സ്റ്റാമ്പ് കളക്ഷൻ ഹോബി സ്വീകരിച്ചിരുന്നവരായിരുന്നു. പിന്നെ ഇന്ത്യയിലും പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു ഒക്കെ സ്റ്റാമ്പ് കളക്ഷൻ ഉള്ള ആൾക്കാരായിരുന്നു. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തവും അപൂർവമായ നിരവധി സ്റ്റാമ്പുകൾ കൊച്ചിയിൽ പ്രദർശിപ്പിച്ചു. And we have around 455 exhibits here covering a wide variety of themes, and wide range of stamps are also available and put up for display. And more specifically, we also have one special class of exhibit called Vande Mataram. It is to commemorate the 150 years of our Rashtriya Geet. 1880 മുതൽ കേരളത്തിൽ തപാൽ സംവിധാനം നിലവിൽ വന്നു. 1892 ഏപ്രിൽ 12 മുതൽ സ്റ്റാമ്പുകളുടെ ഔദ്യോഗിക ഉപയോഗവും ആരംഭിച്ചു. രാമവർമ്മ രാജാക്കന്മാരുടെയും കേരളവർമ്മ രാജാക്കന്മാരുടെയും കാലത്തെ സ്റ്റാമ്പുകൾ ഫിലാറ്റലിക് പ്രദർശനമേളയിൽ കാണാം. ഇവിടെ എക്സിബിറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് നമ്മുടെ തന്നെ കൊച്ചിൻ തിരുവനന്തപുരം അഞ്ചലിൻ്റെ സ്റ്റാമ്പുകളുണ്ട്. അത് വളരെ റെയറാണ്. ഇതിനൊക്കെ കാറ്റലോഗ് ഉണ്ട്, സ്റ്റാമ്പ് കാറ്റലോഗ്. അത് പ്രകാരം സ്റ്റാമ്പുകൾക്ക് 2 ലക്ഷം 3 ലക്ഷം വരെ വാല്യൂ ഉള്ള കൊച്ചിൻ അഞ്ചലിൻ്റെ അപൂർവങ്ങളായിട്ടുള്ള സ്റ്റാമ്പുകളുണ്ട്. അതൊന്നും നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനോ മേടിക്കാനോ ഒന്നും പറ്റില്ല. തിരുവിതാംകൂർ രാജ്യം 1888 ആദ്യമായി ഔദ്യോഗിക സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത്. ഇതിൽ തിരുവിതാംകൂറിന്റെ രാജമുദ്രയായ ശംഖ് ആലേഖനം ചെയ്തിരുന്നു. 1949 തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചു. പിന്നീട് 1951 അഞ്ചൽ സർവീസ് ഇന്ത്യൻ തപാൽ വകുപ്പിൽ ലയിക്കുകയും കേരളത്തിന് മാത്രമായുള്ള സ്റ്റാമ്പുകൾ നിർത്തലാക്കുകയും ചെയ്തു. നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഭൂമിയിടപാടുകൾ, വായ്പാ കരാറുകൾ, വാടകച്ചീട്ടുകൾ, രസീതുകൾ എന്നിവയ്ക്കായി പ്രത്യേക റവന്യൂ സ്റ്റാമ്പുകൾ നിലവിലുണ്ടായിരുന്നു. ഇവ തപാൽ സ്റ്റാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ നിറത്തിലും വലിപ്പത്തിലുമുള്ളതായിരുന്നു. പഴയകാലത്തെ മനോഹരമായ മുദ്രപത്രങ്ങൾ കേരളത്തിൻ്റെ ഭരണചരിത്രത്തിലെ തിളക്കമുള്ള അടയാളങ്ങളാണ്. കൊച്ചിൻ്റെയൊക്കെ സ്റ്റാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിൻ അഞ്ചലിൻ്റെയൊക്കെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്കൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാക്കുന്നതിനെ പറ്റി തന്നെ ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്ര സാധാരണക്കാർക്ക് ഇപ്പോൾ പറ്റില്ല. എന്നാൽ മുമ്പ് കളക്ട് ചെയ്ത പരമ്പരാഗതമായിട്ട് എൻ്റെ അച്ഛൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തലമുറ കൈമാറി പോകുന്നത് ഇഷ്ടമാതിരി ആൾക്കാരുണ്ട്. തപാൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധാരണ സ്റ്റാമ്പുകൾക്കൊപ്പം പ്രമുഖ വ്യക്തികൾ, ചരിത്ര സംഭവങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയുടെ ഓർമ്മയ്ക്കായി പുറത്തിറക്കുന്ന സ്മരണിക സ്റ്റാമ്പുകളിലെ വൈവിധ്യവും ആരെയും ആകർഷിക്കും. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് അത്രയധികം സ്റ്റാമ്പ്സിൻ്റെ പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറേയും കൂടെ പണ്ടത്തെ കാലങ്ങൾ എങ്ങനെയായിരുന്നു, പണ്ടത്തെ കളക്ഷൻ എങ്ങനെയായിരുന്നു, അങ്ങനത്തെയൊക്കെ കുറേ ഐഡിയാസ് കിട്ടി. ഒരുപാട് റയറായിട്ടുള്ള നമ്മൾ ഇതുവരെ കാണുന്ന, നമ്മൾ സാധാരണ കാണുന്ന സ്റ്റാമ്പല്ല, യഥാർത്ഥമായ സ്റ്റാമ്പിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കളക്ഷൻസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓരോരുത്തരുടെയും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള, പക്ഷികളുടെ ആകാം, ഗാന്ധിജിയുടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആസ് എ സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതവും കൗതുകവും എല്ലാം ഭയങ്കര കൂടുതലായിട്ടാണ്. നൂലുകെട്ടി അരക്കുകൊണ്ട് സീൽ ചെയ്ത ഇൻഷുവേർഡ് കവറുകൾ, കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് അയച്ചിരുന്ന ഇന്റർസ്റ്റേറ്റ് കത്തുകൾ, ചരിത്രത്തിന്റെ മായാത്ത മുദ്രകൾ. So people from Kerala, Lakshadweep, so they are the exhibitors who will be putting up. But their collections range from collections within India are India-specific stamps to pre-independence era stamps also, and stamps from across the nations. So wide varieties of themes are there. Some brilliant themes on yoga, and the one I think behind me reflects about Buddha also. And these stamps belong to multiple nations, even small island nations like Nauru. So you'll see a stamp from that place also. And when you see stamps of those nations, you are further intrigued to learn more about the nation itself. പ്രധാന വ്യക്തികൾ മരണമടയുമ്പോൾ പുറത്തിറക്കുന്ന വിലാപകത്തുകൾ 1862 ബ്രിട്ടനിൽ അച്ചടിച്ച പെന്നി സ്റ്റാമ്പ് മോർണിംഗ് കവറുകളാണ് ഇതിൽ പ്രധാനം. ജവഹർലാൽ നെഹ്റു, APJ അബ്ദുൽ കലാം, മദർ തെരേസ എന്നിവരുടെ മോർണിംഗ് ലെറ്ററുകളാണ് ഇന്ത്യയിൽ ഇറങ്ങിയതിൽ പ്രധാനം. ലോകത്തിലെ ഏറ്റവും നീളമുള്ള സ്റ്റാമ്പ് എന്നറിയപ്പെടുന്ന ബുദ്ധ സ്റ്റാമ്പാണ് പ്രദർശനത്തിലെ വിലയേറിയ മറ്റൊരു താരം. ബുദ്ധൻ്റെ പല്ലിരി അവശിഷ്ടവുമായി നടത്തുന്ന നഗരപ്രദക്ഷിണത്തിൻ്റെ ചിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത്. ബുദ്ധൻ്റെ ജീവിതത്തിനെയും അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും എല്ലാം റിലേറ്റീഡുള്ള കളക്ഷനാണ്. ഇവിടം വരെ ഉള്ളത് ബുദ്ധൻ്റെ ജീവിതം കാണിച്ചേക്കണു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ്. ലോകചരിത്രം, ഭൂമിശാസ്ത്രം, കല എന്നിവയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന വലിയൊരു വിജ്ഞാനകോശമാണ് ഓരോ സ്റ്റാമ്പും. അച്ചടിപ്പിച്ചത് മൂലമോ ആലേഖനം ചെയ്ത ചിത്രം തലകീഴായി വരുമ്പോഴോ ശേഖരിക്കുന്ന സ്റ്റാമ്പിന് മൂല്യമേറും. വാക്സ് കോട്ടഡ് ഇതിനകത്തൊക്കെ പൊതിഞ്ഞ് ടിന്നിനകത്ത് വെച്ചിട്ട് വലിയ നീന്തൽക്കാരുണ്ട്. ഒത്തിരി കിലോമീറ്റർ ആഴമുള്ള കടലാണ്.
അവരെ കൊണ്ട് നീന്തി ഇവിടെ ഒരു 1-2 കിലോമീറ്റർ പോയിട്ട് വേണം ഈ കപ്പൽ വരുന്നിടത്ത് പോയിട്ട് അവരെ കൊണ്ട് വലിയ കൊടി കൊണ്ട് ഉള്ള ഈ സാധനം ഉണ്ടല്ലോ അതൊക്കെ കാണിച്ച് അവർ വരുന്നുണ്ടെന്ന് കാണിച്ച് അവർ പോയി ഇത് കൊടുക്കുക. തിരിച്ച് അതുപോലെ വരുമ്പോഴും അവർ നേരത്തെ അവിടുന്ന് അറിയിക്കും ഒരു നീന്തൽക്കാരനെ ഫ്രാഗ് തിന്നു. അതോടെ പിന്നെ ആ നീന്തി പോകാനുള്ള പരിപാടി നിർത്തിയിട്ട് പിന്നെ അവർ ക്യാനോസിനകത്ത് ഈ ബോട്ടിൽ തുഴഞ്ഞു പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അതിനെപ്പറ്റിയുള്ള ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പുതിയ സ്റ്റാമ്പ് പുറത്തിറക്കുന്ന അതേ ദിവസം തന്നെ ആ സ്റ്റാമ്പ് പതിച്ച് പുറത്തിറക്കുന്ന പ്രത്യേക കവറുകളെയാണ് ഫസ്റ്റ് ഡേ കവർ എന്ന് വിളിക്കുന്നത്. ഇതിൽ ആ ദിവസത്തെ തീയതിയും സ്റ്റാമ്പ് പുറത്തിറക്കിയ സ്ഥലത്തെ മുദ്രയും ഉണ്ടായിരിക്കും. എല്ലാ രാജ്യങ്ങളിൽ നിന്നും രജിസ്റ്റേർഡ് എയർമെയിൽ ലെറ്റേഴ്സ് അത് അവിടുന്ന് ആ രാജ്യത്തു നിന്ന് പോസ്റ്റ് ചെയ്ത് വിത്ത് പോസ്റ്റ് മാർക്ക് രജിസ്റ്റേർഡ് ലേബൽ ഒട്ടിച്ച് എൻ്റെ അഡ്രസ്സിലേക്ക് ഡെലിവർ ചെയ്ത് ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ അതാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. ഇതുവരെ ലോകത്ത് രജിസ്റ്റേർഡ് എയർമെയിൽ സർവീസ് നിലവിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 1947 നവംബറിൽ 3 സ്റ്റാമ്പുകളാണ് ആദ്യമായി പുറത്തിറക്കിയത്. ത്രിവർണ്ണ പതാകയുള്ള 3.5 അണയുടെ സ്റ്റാമ്പായ ജയ്ഹിന്ദ് സ്റ്റാമ്പ്, 1.5 അണയുടെ അശോകസ്തംഭം ആലേഖനം ചെയ്ത സ്റ്റാമ്പ്, വിദേശത്തേക്ക് കത്തുകൾ അയക്കാൻ ഉപയോഗിച്ചിരുന്ന 12 അണയുടെ സ്റ്റാമ്പ്, അങ്ങനെ നിരവധി സ്റ്റാമ്പുകളുടെ വൈവിധ്യ ശേഖരം. ട്രെയിനിൻ്റെ ഒരു ചരിത്രപരമായ ബിഗിനിങ് മുതൽ അപ് ടു ഡേറ്റ് വരെയുള്ള കുറേ കളക്ഷൻസാണ് ഇതുള്ളത്. ഞാൻ എൻ്റെ സ്കൂൾ കാലത്തെ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ചെയ്തു. ഇപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് 7-8 വർഷമേ ആയിട്ടുള്ളൂ. ഈ രീതിയിലൊക്കെ എടുത്തിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ സ്കൂളുകളിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. 5G വേഗതയുടെ കാലത്ത് സ്റ്റാമ്പുകൾക്കിപ്പോൾ വലിയ റോളില്ല. പക്ഷേ അവയെല്ലാം ലോകം എങ്ങനെ മുന്നോട്ട് കുതിച്ചു എന്നതിനെ അടയാളപ്പെടുത്തിയ ചരിത്ര ശേഷിപ്പുകളാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.